പക്ഷെ ഞാൻ ഇത് ചെയ്യാൻ മറന്നു കേട്ടോ. Good morning, everyone. So let's start our program. Reverend Saji Albiachan will lead us in prayer. സ്നേഹവാനായ ദൈവമേ, കരുണ നിറഞ്ഞ ഞങ്ങളുടെ നല്ല കർത്താവേ, ഒരു നല്ല പകലിനായി നന്ദിയോടെ Program CVR സംഘത്തിന്റെ ഒരു കൂട്ടായ്മ ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് വരുവാൻ ഇവിടുന്ന് സഹായം ചെയ്തല്ലോ. വ്യത്യസ്തമായ സാഹചര്യങ്ങളിലായിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ദൈവമേ, നിന്റെ ആലോചനയും നടത്തിപ്പൊക്കെയും ഞങ്ങളുടെ ഓരോ ചെറുതും വലുതുമായ ശുശ്രൂഷകളിൽ നിലനിൽക്കുന്നതിനെ ഓർത്ത് സ്തുതിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങൾ ഈ കൂട്ടായ്മയിൽ കൂടെ വ്യത്യസ്തമായ ഞങ്ങളുടെ ജീവിതത്തെ കാണുവാനും അത് ഈ ഒരു സാഹചര്യത്തിൽ എത്രയെണ്ണത്തിൽ ഞങ്ങൾക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അടുത്തു നിൽക്കുവാൻ സാധിക്കുമെന്നതിനെ കുറിച്ച് ഒന്നുകൂടെ ധ്യാനിപ്പാനായിട്ട് ഇതിൽ ലഭിക്കുന്ന അവസരത്തിൽ ഓർത്ത് സ്തുതിക്കുന്നു. പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ക്ലാസ് ഞങ്ങൾക്ക് ഏവർക്കും വളരെ അനുഗ്രഹമായി തീരുവാനോടൊന്ന് സഹായിക്കണമേ. കർത്താവെ, ഇന്ന് മുന്നിൽ കൂടെ ലഭിക്കുന്ന ശ്രേഷ്ഠമായ ദൂത് അത്തരണത്തിൽ ഞങ്ങളെ വളരെയധികം സ്വാധീനിപ്പാനും ഞങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഞങ്ങൾക്ക് കർത്താവെ വളരെ പ്രത്യാശയോടുകൂടി നിലനിൽക്കുവാനായിട്ടുള്ള കൃപയും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ ഒരു ഭാഗമായി ചേരുന്ന ഈ കൂട്ടായ്മയുടെ ഭാഗമായി ചേരുന്ന എല്ലാവർക്കായും നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു. അനേകരുടെ ജീവിതത്തിലെ സംഘർഷങ്ങൾക്ക് കർത്താവെ നീയുമായിട്ടുള്ള ബന്ധത്തിൽ കൂടെ അയവരുത്തുവാനോടൊന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തരുന്ന നല്ല ആലോചനകൾക്കായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെ ഓരോരുത്തരും ഇതിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. തിരുകൃപയുടെ നടുവിൽ ഞങ്ങളെ പൊതിയണമേ. യേശു മിശിഹാ മൂലം പിതാവേ കേൾക്കണമേ. ആമേൻ. Amen. Now, Mini Reggie will lead us in a song. Mini Reggie. Acha. Yeah. Acha, sound undo? Undu. Okay.
Welcome speech, Mrs. Alice Thomas. കേൾക്കാൻ വെച്ചാ Yes. ബഹുമാനപ്പെട്ട റവറൻഡ് ഏബ്രഹാം വർഗീസ് അച്ഛൻ, റവറൻഡ് സജി ആൽബി അച്ഛൻ, റവറൻഡ് ഡോക്ടർ ജോ ജോസഫ് കുരുവിള അച്ഛൻ, മറ്റ് ശ്രേഷ്ഠ അതിഥികളെ, ഒപ്പം ഇന്നത്തെ ഓൺലൈൻ മീറ്റിംഗിലേക്ക് സന്നിഹിതരായിരിക്കുന്ന ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. COVID-19, the coronavirus is the invisible enemy of humans. At the same time, 2020, the year of nurse and midwife. ഇത് രണ്ടും കൂടി കോർത്തിണക്കിയാൽ നാം കടന്നു പോകുന്ന ഈ ദിനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം ഒരിക്കലും വിഭാവനം ചെയ്തിട്ടില്ലാത്ത നാളുകൾ, അനുഭവങ്ങൾ ഗുരുവാകുന്ന അവസരങ്ങൾ. എൻ്റെ COVID-19 അനുഭവങ്ങൾ നിങ്ങളുമായി അല്പം പങ്കുവച്ചിട്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ എൻ്റെ കർത്താവിൻ്റെ കരുതൽ യഥാർത്ഥമായി രുചിച്ചെറിഞ്ഞ ദിനരാത്രങ്ങൾ. ഇന്ന് സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ഈ പ്രഭാതത്തിൽ നിങ്ങളോടൊപ്പം നിൽക്കുവാൻ സഹായിച്ച കാരുണ്യവാനായ ദൈവത്തെ സ്തുതിക്കട്ടെ. ഒരേ സമയം 2 പെൺമക്കൾ കോവിഡ് പോസിറ്റീവ്. മൂത്ത മകളുടെ ഹസ്ബൻഡ് ക്വാറന്റൈനായിട്ട് അവളോടൊപ്പം 2 വയസ്സ് പ്രായമുള്ള അവളുടെ കുഞ്ഞ്. ആഴ്ചയിൽ 3 ദിവസം ഹീമോഡയാലിസിന് പോകുന്ന ഹസ്ബൻഡ്. ഈ ചുറ്റുവട്ടത്തിൽ ഞാനും എൻ്റെ മകനും അസുഖമില്ലാത്തവരായിട്ട് ഏകദേശം 4 ആഴ്ചക്കാലം സെൽഫ് ക്വാറന്റൈനായിട്ട് ഈ വീട്ടിൽ 6 പേരും മാസ്ക് വെച്ച് അവരവരുടെ മുറികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാക്സിമം കാണാതെ പക്ഷെങ്കിൽ സംസാരിക്കും. ഇളയ മകൾ ഫസ്റ്റ് സെമസ്റ്റർ PT സ്കൂളിൽ എക്സാംസ്, ക്ലാസ്സുകൾ, ടെസ്റ്റുകൾ, പ്രാക്ടിക്കൽ എക്സാംസ്. ഒരു ദിവസം അവളുടെ ടെസ്റ്റ് ചെയ്യാൻ പറ്റാതെ ആ ഡേറ്റ് മാറ്റി വെച്ചു. ഇന്ന് ഈ ദിവസം എല്ലാ പ്രശ്നങ്ങൾക്കും കർത്താവ് പരിഹാരം തന്നുവെന്ന് ഞാൻ വളരെ വളരെ നന്ദിയോടുകൂടി ഓർക്കുക. മൂത്തയാൾ തിരിച്ച് ജോലിയിൽ പ്രവേശിച്ചു, ഞാൻ തിരിച്ച് ജോലിക്ക് പോയി. ഇളയാൾ അടുത്ത ആഴ്ച സ്കൂളിലേക്ക് മടങ്ങുന്നു. ഹസ്ബൻഡിനെ യാതൊരു ഇൻഫെക്ഷനും തട്ടാതെ വേണം കർത്താവ് ചേർത്ത് പിടിച്ചു. കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു. ദൈവത്തിന് 1000 സ്തോത്രം. ഈ ആഴ്ചയിൽ നേഴ്സസ് വീക്കായിട്ട് നമ്മൾ ആഘോഷിക്കുക. പ്രത്യേകിച്ച് ഈ COVID-19 കാലയളവിൽ ഒരു വാക്ക് അവരോടായിട്ട് പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ സേവിയാ സംഘത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും നേഴ്സസും മറ്റ് മെഡിക്കൽ ഫീൽഡ് ഫ്രണ്ട് ലൈൻ വർക്കേഴ്സും ആണല്ലോ. The World Health Organization has designated 2020 as the International Year of Nurse and Midwife in honor of 200th anniversary of Florence Nightingale. ലോകം മുഴുവനും കൊറോണ വൈറസ് പാൻഡമിക് ആയിരിക്കുമ്പം
രോഗികളായിരിക്കുന്ന ഓരോ രോഗികളും അവരുടെ അവസാന സമയത്ത് ആശയോടെ നോക്കുന്നത് നിങ്ങളുടെ മുഖത്തേക്കാണ്. അവരുടെ ഫാമിലിയെയും കുഞ്ഞുങ്ങളെയും പോലും മറന്ന് ധൈര്യത്തോടും സമർപ്പണത്തോടും ആർദ്രതയോടും കൂടെ നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന എല്ലാ നഴ്സുമാർക്കും മറ്റ് മെഡിക്കൽ പ്രൊഫഷണൽസിനും ഇമ്മാനുവേൽ മാർത്തോമാ സേവിയ സംഘത്തിന്റെ നാമത്തിലുള്ള നന്ദിയും സ്നേഹവും അഭിനന്ദനവും ഈ നഴ്സസ് വീക്കിൽ അറിയിച്ചുകൊള്ളട്ടെ. ഇനിയും ഈ ഓൺലൈൻ പ്രെയർ മീറ്റിംഗിലേക്ക് പ്രാർത്ഥനയോടെ ഒരുങ്ങി കടന്നു വന്നിരിക്കുന്ന ഏവർക്കും സ്വാഗതം ചെയ്യുന്ന എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ആദ്യമായി IMTC ഹ്യൂസ്റ്റൺ സേവിയ സംഘത്തിന്റെ പ്രസിഡന്റായി സേവനം അനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട അനുവച്ചൻ, നമ്മുടെ എല്ലാവരുടെയും അനുവച്ചൻ, സേവിയ സംഘത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ആദിയോടന്തം കൂടെ നിന്ന് അഭിപ്രായങ്ങളും എല്ലാ സംഘടനകളും എല്ലാ സമയത്തും നമുക്ക് കരുത്തായിട്ട് കൂടെ നിൽക്കുന്ന അച്ഛനെയും കുടുംബത്തെയും ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ അസിസ്റ്റന്റ് വികാരായി നമ്മളോടൊപ്പം എല്ലാ കരുത്തും തണലുമായിട്ട് നിൽക്കുന്ന സജി ആൽബി അച്ഛനെയും കൊച്ചമ്മയെ കുടുംബത്തെയും ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യട്ടെ. റവറൻഡ് ഡോക്ടർ ജോ ജോസഫ് കുരുവിള അച്ഛൻ, എനിക്ക് തോന്നുന്നത് ഇവിടെ ഇരിക്കുന്ന പലർക്കും എന്നേക്കാൾ നന്നായിട്ട് അച്ഛനെ അറിയാമെന്നാണ്. എങ്കിലും അച്ഛനെ കുറിച്ച് ഒരു വാക്ക്. മാർത്തോമാ സഭയിലെ ഒരു പ്രഗത്ഭനായ പട്ടക്കാരൻ, പാസ്റ്റർ കൗൺസിലർ ആൻഡ് എ മോട്ടിവേഷണൽ സ്പീക്കർ, അതുപോലെ സെമിനാരിയിലെ അധ്യാപകൻ, മാർത്തോമാ സഭയുടെ സൺഡേ സ്കൂൾ സമാജം സെക്രട്ടറിയായി സേവനം അനുഷ്ഠിച്ചു. വളരെയധികം നൂതന കാര്യങ്ങൾ ചെയ്യുവാൻ, വളരെ ശക്തമായി ചെയ്യുവാൻ അച്ഛന് സാധിച്ചു. അതുപോലെ അദ്ദേഹം അമേരിക്കയിൽ ഫിലഡൽഫിയയിൽ യൂത്ത് ചാപ്പിളിനായി സേവനം അനുഷ്ഠിച്ചു. ആ ദിവസങ്ങളൊക്കെയും ഇവിടെ ഇരിക്കുന്ന പലർക്കും വളരെ അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അച്ഛൻ ജനിച്ചു വളർന്നത് ബോംബെയിൽ. അതുകൊണ്ട് ഏത് ഭാഷയും അനായാസം കൈകാര്യം ചെയ്യാനുള്ള കഴിവ് സഭയുടെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ട് തന്നെയാണ്. ഇതിലൊക്കെ ഉപരിയായി ഞാൻ അറിയുന്നിടത്തോളം അച്ഛൻ അനുവച്ചൻ്റെ ഒരു നല്ല സുഹൃത്തും സജി അച്ഛൻ്റെ സെമിനാരിയിലെ ഒരു അധ്യാപകനുമാണെന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട റവറൻഡ് ഡോക്ടർ ജോ ജോസഫ് കുരുവിള അച്ഛനെ ഈ IMTC സേവിയ സംഘത്തിന്റെ നാമത്തിൽ ഈ മീറ്റിംഗിലേക്ക് ഹൃദയപൂർവ്വം സവിനയം സ്വാഗതം ചെയ്യുന്നു. US-ന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ഓൺലൈനിൽ കടന്നു വന്നിരിക്കുന്ന മറ്റു വൈദിക ശ്രേഷ്ഠർ, ഇടവക വിശ്വാസികൾ, സേവിക സംഘം മെമ്പേഴ്സ്, അതോടൊപ്പം സേവിക സംഘത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും എപ്പോഴും ഞങ്ങൾക്ക് കൈത്താങ്ങലായി നിൽക്കുന്ന ഇമ്മാനുവേൽ ഫാമിലി, മറ്റ് സേവിക സംഘ അംഗങ്ങൾ എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം അർപ്പിക്കട്ടെ. മഹാവ്യാധി ഇരുൾ പരത്തിയ ലോകത്ത് അതിജീവനത്തിന്റെ പ്രകാശം പരക്കും എന്നുള്ള പ്രത്യാശയോടെ നമുക്ക് മുൻപോട്ട് പോകുവാൻ ദൈവം തമ്പുരാൻ ഈ COVID-19 നാളുകൾ നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ഞാൻ ഇനി അധികം സമയം കളയാതെ ജോ ജോസഫ് അച്ഛൻ്റെ കയ്യിലേക്ക് ഞാൻ മൈക്ക് കൈമാറുകയാണ്. You all know Joe Joseph Achan very well, better than me. I think he is known to almost everyone in our diocese. Achan need no special introduction. Achan was the youth chaplain in Philadelphia. Achan is currently serving as the counselor of Niranam Maraman Diocese. Soon after the lockdown is over, Achan will be taking up the charge of counseling center at Amalagiri, Kottayam. Achan is very busy with so many webinars and workshops and e-counseling sessions during the pandemic. Achan was the secretary of the Marthoma Sunday School Samajam and is the professor at Marthoma Theological Seminary, Kottayam. Achan, as the secretary Alice Thomas said, Achan is a very good friend of mine and Saji Achan. On behalf of Emmanuel family, I extend a warm welcome to our own dear Joe Joseph Kuruvilla Achan. And also I am seeing Reverend Thomas Matthew Achan from Dallas is also attending this session. Welcome, dear Thomas Matthew Achan, and all other fellow clergy who is attending the session. Joe Joseph Achan. Yeah, thank you. Right. Right. Good morning, everybody. It's nice to see you all. I'm here in India, and you all are there out there in United States. Nice to have this seminar being done on Zoom. എൻ്റെ ഒരു ഓൺലൈൻ കൗൺസിലിംഗ് ട്രെയിനിങ് പ്രോഗ്രാം ഈ ആഴ്ച അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ.
life skills therapies എന്ന് പറഞ്ഞ ഒരു therapy session was conducted for about 125 participants from all over the world. We had about 7 days of intensive training on 4 therapies. അതിലെ അവരെ പഠിപ്പിച്ച ഒരു തെറപ്പി ഇന്ന് നിങ്ങൾക്ക് എടുക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് ആദ്യമായിട്ട് I need to thank Anu Achan, my friend, and also Saji Achan, who was my student in the seminary, and also Thomas Matthew Achan, whom I've seen who have joined here, right, and the rest of the members of Emmanuel Marthoma Church. Orma Shiriyanengil, I think I had come there for conducting a family enrichment seminar somewhere in 2012 or 2011, both Emmanuel and at Trinity, Houston. So, നല്ല മെമ്മറീസ് നിങ്ങളോട് എല്ലാവരോടും കൂടെ ഉണ്ട്. ഇങ്ങനെ ഒരു ടോക്ക് ക്രമീകരിച്ച അനു അച്ഛനോടും സജി അച്ഛനോടും ഉള്ള നന്ദി ആദ്യമായിട്ട് രേഖപ്പെടുത്തുന്നു. I'm really, I was astonished and very, I appreciate Lata Thomas, right? Alice, yes. Alice, thank you for your inspiring testimony. That was very nice, right? Especially കേട്ടപ്പോൾ പ്രത്യേകിച്ച് ഒരു നഴ്സസ് വീക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ടെസ്റ്റിമണി കേട്ടതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. Right? And I was truly inspired as to how you all have been facing COVID. Here also, it's really hard. All of us are stuck inside. People do not know what is to be done, how to spend time creatively. That's why I decided to do an online session for people around the globe so that they can spend about 2 hours studying on different therapies so that they can engage themselves during stressful times. So that is what I will be able to do it, right? So give me, it is 20 minutes past 8 o'clock here. So I think I can take about 45 minutes, 30 to 45 minutes, Sachin. Yes, Sachin. Yes. Okay. Yes, please. ഞാൻ എടുക്കുന്നത് മുഴുവനും പവർ പോയിന്റിലാണ്. So I would want you to just look at the slides that I would want to share it on you. So I'll use that. Yes, the title of my talk is Facing Stress Creatively in COVID Times. This is a talk that I'm going to take today, right? I recently got a very nice article which made me ponder. I will start with that article. Something to ponder about. Our cars are just parked there, nowhere to go. The private jets are lying in waste. Air spaces are all shut. Every country nursing its citizens and fighting an unseen tiny enemy. Each man and woman is confined to a room in those big mansions, and the designer clothes, bags, shoes, and perfumes and makeup kits have all become useless and serving no purpose. No urgent appointments and business meeting that deprive us from the time with God and with our family. No parties to attend, hangouts with friends, no more convoys, sirens, even money stocked away in the account and soak away are useless. Even our expensive and expansive worship places and worship auditoriums are empty. It is now each man and women in tune with God in truth and in spirit. All we need today is food to eat and air to breathe. We just want to be alive. No more obstinate about our fast food, pizzas and burgers. No more eating out. Nothing else is really important. Nothing matters but our life. The world has never seen a vanity as it is today. The good news is that we all have one more chance to introspect, to reflect, and to ask ourselves, why does God need to keep me alive through this? To marry, to acquire new things in life, or perhaps finish my doctorate? What is my purpose in life now and after COVID?
Why does God allow to spare me and allow others to die? Of what value am I to humanity and to God and His kingdom that should allow God to spare me? Let us repent and pray and seek a more purposeful living. So I believe stress in the idale, what God is asking us to live a more purposeful living. And for that, we need to repent, we need to pray and seek God's will. But how do we do that is something that is going to come out. There are 5 questions that I would want to ask each one of us. When we go through stress and crisis, how do we understand life? ജീവിതത്തിൽ സംഘർഷം, ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ ജീവിതത്തെ എങ്ങനെ മനസ്സിലാക്കുന്നു? This is something that we need to ask ourselves. 2, is there any good in life when we face challenges in every phase of life? ലൈഫിൽ challenges വരുമ്പോൾ, right? അതുകൊണ്ട് എന്തെങ്കിലും നന്മ ഉണ്ടോ എന്ന് ചോദിക്കുന്നവർ അനേകരുണ്ട്. Why should we go through these challenges? അതുമല്ല, ഓരോ ഫേസിലും there are challenges. In every phase of life, there are challenges. Like a youngster who's not married, he feels that he needs to get married. But soon he gets married, he realizes it's a big challenge in life. And then what happens is when he becomes a parent, it's a next challenge. So every phase of life, there is challenge. So does it do anything good in people's life when we go through challenges, when we go through stress? Third, the question that we need to ask each one of us is there any meaning in suffering that we go through in which we think we don't deserve it? പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ വേദനകൾ, ഈ പ്രയാസങ്ങൾ ദൈവം അനുവദിക്കുന്നു? Or why do I have to face these suffering when others don't face the same type of suffering? So is there any meaning in suffering that we go through, and especially which we don't deserve it, is something that we need to ask. The 4th question is, as we go through stress and crisis, how do we ascribe meaning in life? സംഘർഷങ്ങളിൽ കൂടെ പോകുമ്പോൾ, പ്രയാസത്തിൽ കൂടെ പോകുമ്പോൾ, right? ജീവിതത്തിൽ അർത്ഥം എങ്ങനെ കണ്ടെത്താൻ ഓരോരുത്തരും ശ്രമിക്കുന്നു? And last question, what are the ways by which we can bring meaning and purpose? ജീവിതത്തിന് എങ്ങനെ അർത്ഥം കണ്ടെത്തുക മാത്രമല്ല, ഏതെല്ലാം രീതിയിൽ നമുക്ക് ജീവിതത്തിൽ ദൈവികമായ ഉദ്ദേശം, ദൈവികമായ അർത്ഥം, especially when we go through stress and crisis, is very important. So these are 5 questions which I would want to ask each one of us. So do you find an answer to these questions? Is something that we need to ask. When we go through stress and crisis, how do we understand life? Is there any good in life when we face challenges in every phase of life? Is there any meaning in suffering that we go through which we think we don't deserve it? 4, how do we ascribe meaning in life? And 5, what are the ways by which we can bring meaning and purpose in life? In this context, I would want to introduce this wonderful therapy of Viktor Frankl. I believe many of you might have read his book, Man's Search for Meaning. It's one of the most beautiful books which is available very free on the website. You can just type it, Man's Search for Meaning by Viktor Frankl, right? You can surely get his book, and it's very beautiful one. And this is something which I felt as people go through stress and crisis. This is one therapy which I felt that you should know about it. And then it is this therapy that will help you to find meaning, purpose, especially as you go through certain crises in life, right? And that is what I will want to introduce to you. Now, before introducing, it's very important to understand Viktor Frankl and his experience in the concentration camp. Viktor Frankl was basically a medical doctor and also a psychiatrist. He's been caught and he's sentenced into the concentration camp. So along with a lot of people, every day
For him, living in the concentration camp has been really terrible, because every day in the morning, according to him, with no clothes on, no names, right, exposed into humid weather conditions, and every morning the Germans would come and select at random a few number of people to be sent into the gas chamber. So just imagine the plight of the prisoners in the concentration camp. രാത്രിയിൽ ഉറക്കം വരത്തില്ല, രാവിലെ ഭയപരവശരായിരിക്കുന്നു. നാളെ രാവിലെ ആകുമ്പോൾ will I be the one who will be called out to be sent to the gas chamber? So Viktor Frankl spent his time in the concentration camp. He lost his wife, he lost his son, he lost his family, and he is all alone in the concentration camp. And remember, and all around him is despair, no hope, pain and suffering. ഇതിന്റെ നടുക്കാണ്, അല്ലെങ്കിൽ it is in the middle of such painful experience, this man Viktor Frankl thinks, what is life all about? What is life with crisis? What is life with suffering? ജീവിതത്തിൽ സംഘർഷം വരുന്നത് കൊണ്ട്, ജീവിതത്തിൽ പ്രയാസം വരുന്നതുകൊണ്ട്, right? Why should, what is the purpose in all that? And that is how he formulates this wonderful therapy called as logotherapy. And that is what I want to introduce this logotherapy to the Sevika Sangam people. But I understand it's also family members have joined here. It's just not the ladies, but also I understand there are a lot of gentlemen also present. So I think this would be for everyone a common learning experience. And I hope and pray that this therapy will be useful as you go through dark phases in life, problems in life, sufferings in life. This therapy helps you to view life in a new perspective. And that is what I would want to do, right? Right. So what is the basic assumption of logotherapy? Basic. See, before I start logotherapy, as Anuvachan had introduced me, I told you I'm basically a professor of pastoral counseling. So I teach pastoral counseling and also a research guide. So so I look life in the context of a pastoral counseling. So most of the things that I even derive from the Bible is mostly psychological beliefs or psychological understanding that helps us to face the challenges of life. So that is why I'm using this, because I'm associated with this pastoral counseling course. That is why I thought I will introduce this, and I hope this becomes meaningful to you. What are the basic assumptions of logotherapy? I want you all to listen to me very carefully, because it will take time, and I want your attention very carefully, because you will not understand this. So I thought maybe after 3 or 4 slides, I will stop it. We'll have a discussion for about 10 minutes and then go forward with the rest of the slides. People may not understand. So what I will do is, after showing 3 or 4 slides, I will stop it, and then I will take time for discussion on those 4 slides and then move forward. So what is the basic assumption of logotherapy? The philosophy of meaning in life starts with the basic condition that life has unconditional meaning. Or in other words, life offers us meaning even in the most miserable situation. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രൂത്താണ്. എന്താണ് ട്രൂത്ത്? എന്ത് സംഭവിച്ചാലും, ഏതവസ്ഥയിലും, ഏത് അനുഭവത്തിലും ജീവിതം നമുക്ക് അർത്ഥം തരും. ലൈഫ് gives me a meaning and it is unconditional. അതുകൊണ്ട് എന്തെല്ലാം സംഭവിച്ചാൽ പോലും, എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചാൽ പോലും, ജീവിതത്തിൽ ഞാൻ ഏത് അനുഭവത്തിൽ കൂടെ പോയാൽ പോലും, the basic assumption of logotherapy പറയുന്നത് ജീവിതം നമുക്ക് ഒരു മീനിങ് തരും. അതുകൊണ്ടാണ് പറയുന്നത് even in the most miserable situation. പലരും ചിന്തിക്കും ഒരു മിസറബിൾ സിറ്റുവേഷന്റെ ഇടയ്ക്ക് എന്താണ് അർത്ഥം, what is the meaning? But life gives meaning. അതാണ് വിക്ടർ ഫ്രാങ്കൽ എന്ന ഡോക്ടർ പറയുന്നത്. It has a meaning and we need to find that.
രണ്ട് കാണുന്നത് the whole world, every element in creation, every created aspect, every life form has a purpose. ഇത് ഒരു ക്രിസ്തീയ വിശ്വാസി എന്ന നിലയിൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. സൃഷ്ടിയുടെ ആരംഭം ജെനസിസ് ചാപ്റ്റർ 1 and ജെനസിസ് ചാപ്റ്റർ 2, if you look at it, വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. God never made any mistake in creation. Every created form that God made had a purpose. അപ്പോൾ ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് ബൈ ആൻ ആക്സിഡന്റ്. അല്ല ദൈവത്തെ തോന്നി എന്നാൽ ഇങ്ങനെ അങ്ങ് സൃഷ്ടിച്ചേക്കാം എന്ന് പറയുന്നതല്ല. അപ്പോൾ ഒരു ക്രിയേറ്റഡ് ഓർഡറിൽ തന്നെ നോക്കാൻ സാധിച്ചാൽ എവ്രി ക്രിയേറ്റഡ് ഫോം ഹാസ് എ പർപ്പസ്. എവ്രി ക്രിയേറ്റഡ് ഫോം, ഈ പ്രപഞ്ചത്തിൽ, ഈ ക്രിയേഷനിൽ there is nothing that has been created by God without a purpose. Everything has a purpose. അതുകൊണ്ട് ലൈഫിൽ ഒരു ഓർക്കേണ്ടത്, ഇന്ന് ഞാൻ കാണുന്ന ലോകത്തിൽ റൈറ്റ്, ഈവൻ നമ്മൾ എന്താ പറഞ്ഞേ, ചപ്പും ചവറുമായിട്ട് എണ്ണുന്ന സാധനങ്ങൾക്ക് പോലും, അല്ലെങ്കിൽ what I meant to say was that even in the most basic forms of life, അവിടെ ഒക്കെ ചിലരൊക്കെ പറയും ഇറ്റ്സ് ഓക്കെ, ഇറ്റ് ഡസന്റ് ഹാവ്, അത് സൃഷ്ടിച്ചുകൊണ്ട് വലിയ അർത്ഥമില്ല. But according to God, every form has a meaning, or every created aspect has a meaning. അത് മനസ്സിലാക്കണം. മൂന്ന്, വളരെ വ്യക്തമായിട്ട് അറിയേണ്ട ഒരു കാര്യമാണ്, meaning may not always be available to our human perception and to our comprehension as we are finite. ജീവിതത്തിൽ അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ഈ ലോഗോതെറപ്പി പറയുന്നത് നമ്മൾ എല്ലാവരും ഫൈനൈറ്റ് ആണ്. we are limited. അതുകൊണ്ട് ചിലതൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ ഈ കോവിഡിന്റെ സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ നമ്മളൊക്കെ ചോദിക്കും, why is this happening? See, the whole world is suffering, right? ഇപ്പോൾ പല കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇപ്പോൾ പലരും നമ്മളെ കുറ്റപ്പെടുത്തുകയാണ്. Does it have any meaning to go to church now? Does it have meaning to go to worship now? Right? What is the use of religion? What is the use of spirituality? What is the use of worship? See, we don't know. Life you will come through different experiences. നമ്മുടെ ഒരു ഹ്യൂമൻ ബ്രെയിൻ ഉപയോഗിച്ച് നമ്മൾ അർത്ഥം കണ്ടെത്താൻ നോക്കിയാൽ we may not be able to find it. So logotherapy says that we are finite. So sometimes we may find it little hard to find meaning. ചില സമയത്ത് ചില ജീവിത അനുഭവങ്ങളിൽ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്താൻ നമുക്ക് ശ്രമിക്കുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുകയില്ല. കാരണം നമ്മുടെ ഒരു ഫൈനൈറ്റ്നെസ്, നമുക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ആസ് എ ക്രിയേറ്റഡ് ഓർഡർ, മനുഷ്യരായതുകൊണ്ട് നമുക്ക് തന്നെ ചില ഫൈനൈറ്റ്നെസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ we may not able to find the meaning at the moment. ആ സമയത്ത് ചിലപ്പം കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും ജീവിതത്തിൽ തീർച്ചയായിട്ടും, അതുകൊണ്ട് പറയുന്നത് how to overcome this is to acknowledge that unconditional expectation of meaning in life. വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ, എന്ത് സംഭവിച്ചാൽ പോലും, എൻ്റെ ജീവിതത്തിന്റെ ഏത് അവസ്ഥയിലാണെങ്കിൽ പോലും ജീവിതത്തിന് ഒരു അർത്ഥമുണ്ട്. നിങ്ങൾ ഇത് ഓർക്കണം, ഇത് ആരാണ് പറയുന്നതെന്ന് ഓർക്കണം. ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയിട്ട് ഇതിനെ മനസ്സിലാക്കാവൂ. ഇതാരാണ് പറയുന്നത്? കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഇരിക്കുന്ന ഒരു ഡോക്ടർ. കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നാളെ ജീവിച്ചിരിക്കുമോ എന്ന് അറിയത്തില്ല. നാളെ ചിലപ്പോൾ ഒരു ഗ്യാസ് ചേംബറിലേക്ക് ആ ഡോക്ടറിനെ കൊണ്ടുപോകും. ആ ഡോക്ടറിന്റെ ചുറ്റും ആളുകൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ചുറ്റും വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്, ചുറ്റും ദൈവത്തെയും എല്ലാവരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ നടുവിലാണ് ഈ ഡോക്ടർ പറയുന്നത്, നിങ്ങൾ ഓർക്കണം, ലൈഫിൽ എന്ത് സംഭവിച്ചാൽ പോലും ലൈഫ് ഹാസ് ആൻ അൺകണ്ടീഷണൽ മീനിങ്. ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ട്. നിങ്ങൾ അത് മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും ലൈഫ് നിങ്ങൾക്ക് ഒരു അർത്ഥം തരും. ഈ ലോകത്തിൽ എല്ലാവരെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക പദ്ധതിയോട് കൂടാ. നമ്മൾ മാത്രമല്ല, എല്ലാ സൃഷ്ടികളും. അതുകൊണ്ട് ചില അനുഭവങ്ങളുടെ നടുവിൽ at certain point of our human experience നമുക്ക് ചിലപ്പം അർത്ഥം കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും, കാരണം നമ്മൾ ഫൈനൈറ്റ് ആണ്. But then what we need to do is that we need to understand that we have to have an unconditional expectations
about meaning in life. ഈ ഒരു ബേസിക് അസംഷൻസിൽ കൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. Now, how do we go forward? Now, ഈ പറഞ്ഞ കാര്യങ്ങൾ 8 കാര്യങ്ങൾ ഞാനിപ്പോൾ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഞാൻ ലോഗോതെറപ്പിയെ കുറിച്ച് പറയുകയാണ്. ഞാൻ പല എന്താ പറഞ്ഞ വെബ്സൈറ്റ്സ് ഇതെല്ലാം തപ്പി ഈസി ആയിട്ട് കൊണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ മനുഷ്യൻ റസ് ജെയിംസൺ ഹാസ് എ വെരി നൈസ് ആർട്ടിക്കിൾ റിട്ടൺ on very simply written in a very simple manner, both in his web page and in his YouTube page. That's where I felt this was something very easy for you to understand. Hence, I felt I need to credit whatever I tell. Though it is credited to Frankl, right? I would say I would credit to Russ Jamieson for the following concept. Now, I'll move to practical applications of logotherapy. ജീവിതത്തിൽ ഇനി അർത്ഥം എങ്ങനെ കണ്ടെത്താൻ സാധിക്കും എന്ന 8 കാര്യങ്ങൾ, അതിലെ 4 കാര്യങ്ങൾ പറഞ്ഞ ശേഷം I will stop and then we can have discussion. 1, find meaning and purpose in suffering. ഇത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഇരിക്കുന്ന ഒരു ഡോക്ടറാണ് പറയുന്നത് ഫൈൻഡ് മീനിങ് ആൻഡ് പർപ്പസ് ഇൻ സഫറിങ്. ഈ സഫറിങ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു വാക്കൂടെ ഞാൻ ചേർക്കും, അൺഡിസേർവ്ഡ് സഫറിങ്. അൺഡിസേർവ്ഡ്. ഞാൻ ഈ സഫറിങ്ങിന് യോഗ്യനല്ല. ഐ എം നോട്ട് സപ്പോസ് ടു ഡിസേർവ് ദ സഫറിങ്, ബട്ട് യെറ്റ് ഐ ഗോട്ട് ദ സഫറിങ്. അപ്പോൾ ഈ സയന്റിസ്റ്റ് ഈ ഡോക്ടർ പറയുകയാണ് വി നീഡ് ടു ഫൈൻഡ് മീനിങ് ആൻഡ് സഫറിങ്, പർപ്പസ്. അത് ഫൈൻഡ് ചെയ്യണമെങ്കിൽ എന്താണ്? There are 4 questions that we need to ask. In order to find meaning in suffering, ask the question, why I live and why should I live? See, a beautiful question. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് തന്നെ ചോദിച്ചേ, ഞാൻ എന്തിനാ ജീവിക്കുന്നത്? എന്തിന് ജീവിക്കുന്നു? റൈറ്റ്? Why should I live? എന്തുകൊണ്ട് ജീവിക്കുന്നു? റൈറ്റ്? എന്തുകൊണ്ട് ജീവിക്കുന്നു? എന്തിനു വേണ്ടി ജീവിക്കുന്നു? See, the very important question. ലൈഫിൽ നമുക്ക് ഉത്തരം കിട്ടണമെങ്കിൽ ഈ 2 ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കണം എന്നാ പറയുന്നത്. വൈ ഐ ലിവ് ആൻഡ് വൈ ഷുഡ് ഐ ലിവ്. ആൻഡ് ദെൻ അതിന്റെ കൂടെ പറയുന്നത്, ഡു യു ഹാവ് എ സ്ട്രോങ് വൈ ഇൻ യുവർ ലൈഫ്? നിങ്ങൾക്ക് ഒരു സ്ട്രോങ് വൈ ഉണ്ടോ? ജീവിക്കുവാനുള്ള ഒരു പ്രേരണ, ജീവിക്കുവാൻ വേണ്ടിയുള്ള ഒരു ഇൻസ്പിറേഷൻ, ജീവിക്കുവാൻ വേണ്ടിയുള്ള ഒരു എൻതൂസിയാസം, ആ സ്ട്രോങ് വൈ നിങ്ങളുടെ ലൈഫിലുണ്ടോ? അത് ഉണ്ടെങ്കിൽ മാത്രമേ, അപ്പോൾ അവിടെ പറയുന്നത് ഡിഫൈൻ ദിസ് വൈ ആൻഡ് ദെൻ യു ക്യാൻ ഓവർകം എനി ചാലഞ്ച് ഇൻ ലൈഫ്. എന്ത് ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ്മെന്റ് ആണ്. വെൻ യു ഡിഫൈൻ ദിസ് വൈ, ഞാൻ എന്തിന് ജീവിക്കുന്നു, എന്തുകൊണ്ട് ജീവിക്കുന്നു, എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന ആ സ്ട്രോങ് വൈ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഏത് ചാലഞ്ച് വന്നാലും എനിക്ക് അത് ഫേസ് ചെയ്യാൻ പറ്റും. ഐ ബിലീവ് ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ സ്ട്രെസ് ഒക്കെ വരുന്ന സമയത്ത്, ക്രൈസിസ് ഒക്കെ വരുന്ന സമയത്ത് പലരും ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ്. അയ്യോ, എനിക്ക് സംഘർഷം വന്നു, എനിക്ക് വേദന വന്നു, രോഗം വന്നു, ഇനി എന്തിനാ ഞാൻ ജീവിക്കുന്നത്? എന്തുകൊണ്ട് ഞാൻ ജീവിക്കണം? എന്നാൽ ഇതിനെ വേറൊരു അർത്ഥത്തിലൊന്നും എടുത്തേ. സംഘർഷത്തിന്റെ നടുവിലും വേദനകളുടെ നടുവിലും, റൈറ്റ്, ഐ എം ആസ്കിങ് വൈ ആം ഐ ലിവിങ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ആ സ്വാഗതം പറഞ്ഞ ആലിസ് പറഞ്ഞ ആ വാക്കുകൾ ഞാൻ സഡനായിട്ട് ഓർത്തു. സി, ഒരു വീട്ടിൽ കോവിഡ് ആയിട്ടുള്ള ആളുകൾ നിൽക്കുകയാണ്. അത് ഒരു ഹോപ്പ്ലെസ് സിറ്റുവേഷൻ ആണ്. ബട്ട് ദർ ഇസ് സംതിങ് സ്ട്രോങ് വൈ ഇൻ ഈച്ച് പേഴ്സൺ ടു ലിവ്. അപ്പോൾ ആ ഒരു സ്ട്രോങ് വൈ ജീവിതത്തിൽ വന്നാൽ പിന്നെ എന്തെല്ലാം സംഭവിച്ചാലും അതിനെ ഫേസ് ചെയ്യാനുള്ള തൻ്റെ ഇടം, ഒരു കൃപ ദൈവം തരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ലൈഫിൽ അയ്യോ എന്തുകൊണ്ട് എനിക്ക് ഇതിങ്ങനെ സംഭവിച്ചു എന്നതിനേക്കാൾ കൂടുതൽ ഞാൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു, എൻ്റെ ജീവിതത്തിന്റെ പുറകിലുള്ള ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഐ ബിലീവ് ലൈഫിന്റെ ഏതൊരു ചാലഞ്ചിനെയും ഫേസ് ചെയ്യാം. അതുപോലെ തന്നെ 4ാമത് ഫ്രാങ്കിൾ പറയുന്ന ഒരു കാര്യമാണ്. ഫ്രാങ്കിൾ സ്റ്റേറ്റ്സ് ദാറ്റ് സഫറിംഗ് ceases to be a suffering when you try to find meaning through the hidden opportunities in any challenge or suffering or misfortune. ഇത് ആക്ച്വലി ഒരു ക്രിസ്തീയ ഒരു ഫ്രാങ്കിൾ ഒരു ക്രിസ്ത്യൻ ഫെയ്ത്തിന്റെ പെർസ്പെക്റ്റീവിൽ അല്ല പറയുന്നത്. എന്നാൽ ഞാൻ കാണുന്ന നല്ലൊരു ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ
നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു നല്ല പാഠമാണ്. എന്താണ് പറയുന്നത്? ഏതൊരു സഫറിങ്ങിന്റെ നടുവിലും അവിടെ ചില സാധ്യതകളുണ്ട്. ആ സാധ്യതകളാണ് നമുക്ക് ഏതൊരു സഫറിങ്ങിലും, ഏതൊരു ചലഞ്ചിലും, ഏതൊരു മിസ്ഫോർച്യൂണിലും കാണുന്നത്. നിങ്ങൾക്കറിയാം, ഒരു ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ ആകുന്നതിന്റെ പ്രോസസ്സിനെ പറയുന്നത് മെറ്റോമോർഫോസിസ്. ഐ എം ഷുവർ ഓൾ ഓഫ് യു വുഡ് ഹാവ് നോൺ ദാറ്റ്, right? How a small egg becomes a larva, from larva to a caterpillar, and then caterpillar to the beautiful butterfly. It goes through a painful process called metamorphosis. So until that egg goes through that painful process of metamorphosis, it doesn't become a butterfly. അതുകൊണ്ട് ഇവിടെ ഫ്രാങ്കിൽ പറയുന്നത്, അതുകൊണ്ട് ഏതൊരു കഷ്ടപ്പാടിന്റെ നടുവിലും, ഏതൊരു സഫറിങ്ങിന്റെ നടുവിലും, ഏതൊരു ചാലഞ്ചിന്റെ നടുവിലും ഹിഡൻ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് സഫറിംഗ് പ്രൊഡ്യൂസസ് എൻഡ്യൂറൻസ്, എൻഡ്യൂറൻസ് പ്രൊഡ്യൂസസ് പെർസിവറൻസ്. അതിന്റെ അവസാനം പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇറ്റ് പ്രൊഡ്യൂസസ് ക്യാരക്ടർ. ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചോളം അവന്റെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളിൽ കൂടെ ഓരോ പാഠങ്ങൾ പഠിക്കുക മാത്രമല്ല, അവന്റെ സ്വഭാവ രൂപീകരണങ്ങൾ ഉണ്ടാകുന്നു. So I believe this is a very important aspect that we need to learn in life. If I need to find meaning and purpose in suffering, especially when I go through crisis or I go through different challenges, ask the question, why I live? And ask the question also, why should I live? And when we have a strong why in our life, and when we are able to define this why, എന്തിന് ജീവിക്കുന്നു എന്നൊരു ഡെഫിനേഷൻ നമുക്ക് കൊടുക്കാൻ സാധിച്ചാൽ, പിന്നെ ലൈഫിൽ എന്ത് സഫറിങ് വന്നാലും, ഏത് പ്രയാസങ്ങൾ വന്നാലും അതിനകത്ത് ചില സാധ്യതകളെ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒരിക്കൽ പോലും ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഞാൻ ഡിസേർവ് ചെയ്യാത്ത ഒരു സഫറിങ് ആണ് വരുന്നെങ്കിൽ പോലും, അതിന്റെ നടുവിൽ ചില സാധ്യതകൾ ദൈവം നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ആ സാധ്യതകളെ മനസ്സിലാക്കി ആ വെല്ലുവിളികളെ, ആ ക്രൈസിസിനെ ക്രിയേറ്റീവായിട്ട് ഫേസ് ചെയ്യുമ്പോൾ, I believe every suffering or every undeserved suffering also finds certain meaning and purpose in life. That's my first. The second one, what he tells is that understanding the freedom of choice given to us. ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇത് ആക്ച്വലി നിങ്ങൾ ചിലരെങ്കിലും വായിച്ചൊരു ബുക്കുണ്ട്, സ്റ്റീഫൻ കോവിയുടെ 7 Habits of Highly Effective People. Stephen Covey also mentions this aspect of choice. എല്ലാ മനുഷ്യർക്കും ദൈവം ഒരു ചോയ്സ് കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ ചോയ്സ്? അതിന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്, ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് ഈസ് എ ഗ്യാപ്പ്, ആൻഡ് ഇൻ ദാറ്റ് ഗ്യാപ്പ് ഈസ് ദി എബിലിറ്റി ടു ചൂസ് ഹൗ യു റെസ്പോണ്ട് ടു എനി ഗിവൺ സിറ്റുവേഷൻ. സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്, നിങ്ങൾ ഇത് മനസ്സിലാക്കുന്നു വിശ്വസിക്കുന്നു. നിങ്ങളോട് ഒരാള് മോശമായിട്ട് സംസാരിച്ചു, അത് സ്റ്റിമുലസ് ആണ്. മോശമായിട്ട് സംസാരിക്കുമ്പോൾ ചിലരെന്ത് ചെയ്യും? ഉടനെ തന്നെ റെസ്പോണ്ട് ചെയ്യും. ചിലർ വളരെ സ്മാർട്ടാണ്, ഒന്ന് പറഞ്ഞാൽ 2 അങ്ങോട്ട് കൊടുക്കും. അവിടെ പറയുന്നത്, എന്നാൽ സ്റ്റിമുലസും റെസ്പോൺസിന്റെ ഇടയിൽ there is a gap. ഈ ഗ്യാപ്പ് ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ you have the ability to choose how you respond to any given situation. ഇത് എന്തുകൊണ്ടാണ് ഫ്രാങ്കിൽ പറയുന്നത്? he is going through suffering. അപ്പോൾ സഫറിങ് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മുന്നിൽ തന്നെ there are some people who are despairing about their life and wants to end their life as early as possible. ഇങ്ങനെ വേദനയിൽ കൂടെ പോകുന്നേക്കാൾ നല്ലത് എത്രയും പെട്ടെന്ന് അങ്ങ് മരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. പക്ഷെ ഫ്രാങ്കൽ പറയുന്നത് അങ്ങനെയല്ല. വെയിറ്റ്, ആലോചിച്ച് മാത്രമേ നിങ്ങളുടെ റെസ്പോൺസ് എപ്പോഴും ചെയ്യാവൂ. ക്രൈസിസ് സിറ്റുവേഷൻസിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കുടുംബ പശ്ചാത്തലത്തിൽ, ജോലി പശ്ചാത്തലത്തിൽ ഒക്കെ ഉണ്ടാകുന്ന ഒരു വലിയ കാര്യമാണ്. ചിലപ്പം ബോസ് ഒരു കാര്യം നമ്മളോട് വളരെ കോപിച്ച് പറയും. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഉടനെ 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു സമാധാനം കിട്ടില്ല. അല്ലെങ്കിൽ വീട്ടിൽ പോലും ഭർത്താവ് ഒരു കാര്യം ഭാര്യയോട് പറയുമ്പോൾ ഭാര്യയ്ക്കത് വേദന തോന്നിയാൽ ഉടനെ തന്നെ പ്രതികരിക്കും. എന്നാൽ ഇവിടെ പറയുന്നത് ഉടനെ പ്രതികരിക്കരുത്.
നിങ്ങൾക്കൊരു ചോയ്സ് കിട്ടിയിട്ടുണ്ട്. എന്താണ് ചോയ്സ്? നിങ്ങളാണ് ചിന്തിക്കേണ്ടത് എങ്ങനെ പ്രതികരിക്കണം. So between stimulus and response is a gap, and in that gap is the ability to choose how you respond to any gifts. അപ്പോൾ ഞാൻ പറയും, നിങ്ങളുടെ ലൈഫിൽ ഏതൊരു സ്റ്റിമുലസിന് നേരെ റെസ്പോൺസ് ഉണ്ടോ, or do you show a gap and do you choose how to respond? രണ്ട്, ഇവിടെ പറയുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, it doesn't matter what life throws your way, what matters is how you respond to the situation. ഇവിടെ പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ കാര്യമാണ്, ജീവിതം നിങ്ങൾക്ക് എന്താണ് എറിഞ്ഞു തരുന്നതെന്ന് അറിയത്തില്ല, എന്താണ് ജീവിതം നിങ്ങൾക്ക് എറിഞ്ഞു തരുന്നതെന്ന് അറിയത്തില്ല. എന്നാൽ എന്ത് എറിഞ്ഞു തന്നാലും അതിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു, അതാണ് ഇമ്പോർട്ടൻറ്റ്. So life can give us different situations. Life will send us through different situations. Life will take you through different challenging situations. അവിടെ പറയുന്നത് നിങ്ങൾ എങ്ങനെ ആ ചാലഞ്ചിനോട് പ്രതികരിക്കുന്നു. How do you respond to the situation? അതുകൊണ്ട് പറയുന്നത് it's your attitude towards your existence and that situation that makes all the difference. നിങ്ങളുടെ ഒരു ജീവിത അനുഭവം, ആ സിറ്റുവേഷനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു, അതിലിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടെത്തുന്ന അർത്ഥവും നിങ്ങൾ കണ്ടെത്തുന്ന ഉദ്ദേശവും. See, it's a beautiful statement. അതുകൊണ്ട് ജീവിതത്തിൽ പലതരത്തിലുള്ള ഒരു അനുഭവങ്ങൾ ലൈഫ് നിങ്ങളുടെ മേളിലോട്ട് ഇടുമ്പോൾ, പലതരത്തിലുള്ള വേദനയേറിയ അനുഭവങ്ങൾ ഓർ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, ആ റെസ്പോണ്ട് ചെയ്യുന്നതിലാണ് നിങ്ങളുടെ ലൈഫ് ഒരു മീനിങ് ആയിട്ടുള്ളതാണോ അതോ നിരാശയായിത്തീരുന്നു. അതുകൊണ്ടാണ് ഇവിടെ അദ്ദേഹം പറയുന്നത് the freedom to choose or how to respond is something that nobody can take away from you. ലൈഫിൽ നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണിത്. എന്താണ്? the freedom to choose. എങ്ങനെ പ്രതികരിക്കണം എന്നുള്ള ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് ആണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കണം, ആ പ്രതികരിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, അതൊരിക്കൽ പോലും നിങ്ങൾ അതിനെ don't lose that freedom. How to choose. അതുകൊണ്ടാണ് പറയുന്നത് between stimulus and response you have a gap. How you respond to what life offers to you makes the difference in your life. And finally, the freedom to choose is something that nobody will take away. Right? I will show one more slide and then stop it for you to have a discussion. The third one, which Frankl says, is that we are more stronger and resilient than we think. Right? Frankel's experience at the concentration camp. ഈ ഫ്രാങ്കൽ ഒറ്റയടിക്ക് ഒരു എഴുത്തുകാരനായതല്ല, ഒറ്റയടിക്ക് ലോഗോതെറപ്പി ഉണ്ടാക്കിയ ഒരാളല്ല. എന്നാൽ ഫ്രാങ്കൽ ഓരോ ദിവസവും ജയിലിന്റെ അനുഭവത്തിൽ, കോൺസെൻട്രേഷൻ ക്യാമ്പിന്റെ അനുഭവത്തിൽ കൂടെ പോയപ്പോൾ അദ്ദേഹം തന്നെ മനസ്സിലാക്കി ദാറ്റ് എനിക്ക് കുറച്ചുകൂടെ സഹിക്കുവാനും എനിക്ക് കുറച്ചുകൂടെ അത് ബെയർ ചെയ്യുവാനും ഉള്ള ഒരു ശക്തിയുണ്ട്. I am much more stronger. So he uses a very beautiful example. He tells a beautiful example. What does he do is that when he is given food for the day, he doesn't eat the food, he doesn't finish off the food, he keeps it little. Or in other words, he keeps himself little hungry. And later, when food is not served and when there is no food, he finds that he has some food to eat and some food to share. അങ്ങനെ വന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ he realized 2-3 ദിവസങ്ങൾ ആഹാരം കഴിച്ചില്ലെങ്കിലും he is able to survive. See, that is when he realized that first he thought he will not survive the concentration camp, but after each experience in the camp he realized he is getting much more stronger and stronger. So that is where Frankl says, ഈ ജീവിതത്തിൽ ഒരു ക്രൈസിസ് എക്സ്പീരിയൻസിൽ കൂടെ പോകുന്ന സമയത്ത്, സ്ട്രെസ്സിൽ കൂടെ പോകുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ചിന്തിക്കും എനിക്കത് ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ആക്ച്വലി നിങ്ങളൊന്ന് ഫേസ് ചെയ്ത് കഴിയുമ്പോഴാണ്, ഫേസ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്
that we are much stronger than we give ourselves credit for. And you can always push harder and go further. പറഞ്ഞാൽ എത്രയും പ്രയാസങ്ങൾ വന്നാൽ പോലും അതിനെ നേരിടുവാനുള്ള ഒരു ശക്തി നമ്മളിൽ തന്നെ ഉണ്ട്. ഇത് we can also use it as a faith perspective. We can put in a faith perspective also here. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, I can do all things through Christ that strengthens me. Very simple, right? There are times when we feel I will not be able to face these things. I will not be able to face these experiences. Now, especially I remember having worked in United States and having been part of the North American diocese. There are a lot of people who have told us in the initial period of diaspora, as they went through different types of crisis with regards to their children, their job, and all those things, they realized we don't know what is going to be there in future. But somewhere they held on. Somewhere they held on. ജീവിതത്തിൽ അന്നൊക്കെ പല പ്രയാസങ്ങളിൽ കൂടെ നിൽപ്പോഴും അവർ വളരെ സ്ട്രോങ് ആയിട്ട് നിലകൊണ്ടപ്പോൾ എന്താണ് സംഭവിച്ചത്? കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുവാൻ അവരെ കൊണ്ട് സാധിച്ചു. So this is something that we need to understand. അപ്പോൾ അവിടെ ഫ്രാങ്കിൽ പറയുന്നത് that we can be more stronger than what we think, more resilient. പറഞ്ഞാൽ എത്ര സ്ട്രെസ് വന്നാലും എത്ര ക്രൈസിസ് വന്നാലും ഞാൻ അത്ര എളുപ്പം ഒന്നും തകരാൻ പോകുന്നില്ല. അത് നമ്മുടെ ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനവുമാക്കി ചെയ്യാൻ പറ്റും. എൻ്റെ കർത്താവ് എന്നെ ശക്തനാക്കുന്നത് കൊണ്ട് എനിക്ക് ഏത് സാഹചര്യത്തെയും നേരിടുവാനുള്ള ഒരു ശക്തി ദൈവം തരുന്നുണ്ട്. So that is something that I believe we can move forward and think about it. Okay, I think I will stop for a few minutes because if I go on speaking, then it will be very hard for you to reflect upon. So maybe I will allow about 5 to 10 minutes for the people in this group to share their thoughts on what you have just heard. If there are any comments that you would want to say or any questions that you would want to ask, please feel free. Then I can continue with the rest of the 5 slides, right? Thank you, Achan. Anybody want to respond to it? Or if you want to ask any questions, you can just push the reaction button and I can just unmute you. Acha, my name is Sarah. Yeah, Sarah. And I have one question. Why this Viktor Franklin named this therapy as a logotherapy? What was the purpose behind why it is called a logotherapy? And another thing, he is being a Jewish, he didn't have the Christian faith. And was he writing while he was in, wherever he was in the, Eastern Europe at that time? And another thing is, the people had a different mindset at that time, hardworking. They really believed in their Jewish tradition. They could probably understand and comprehend what you were trying to say. To me, I am a person who is in the 70s, and even now, I find what you are saying is kind of is going way over my head to grasp it. And we bring up children now, giving everything more than what they need, and bring children and the present societies, everything they want right now, and whatever I coming more often, and other things. How can people understand this therapy? And I'm having some difficulties in that area. Okay, I'll answer it very simply, right? We are dealing with crisis situations, right? People going through crisis. Now we are going through crisis. Am I right? Yes. Right. About a crisis situational പോകുന്ന സമയത്ത് ഈ crisis situationsൽ എങ്ങനെ ജീവിതത്തിൽ we can find meaning and purpose in life. That is the basic question that we need to ask ourselves. അപ്പോൾ ആ crisis വരുമ്പോൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, why is this happening to me? Am I right? Right. Why is this happening to me? അപ്പോൾ ഞങ്ങളുടെ ലൈഫിൽ എന്തിനാണ് ഈ സഫറിങ്? ഞങ്ങൾ അത് ഡിസേർവ് ചെയ്യുന്നില്ല.
So this is the question that Viktor Frankl also asked. Our question asked Chena Sametana, he's propounding certain aspect which makes us to think better in life. And that is why this therapy is being introduced. He's a Jewish, that's why I said he has no Christian background. But I find there's a lot of Christian understanding and meaning behind it. And അതുകൊണ്ടാണ് ആ 3 സ്ലൈഡ്സിൽ പറഞ്ഞ ഒരു കാര്യം. ഒന്ന്, ഞാൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു? Why am I living? സോ അപ്പോൾ ചോദിച്ച ആളിനോട് തന്നെയാണ് ചോദിക്കുന്നത്, എൻ്റെ ലൈഫിന്റെ പുറകിലുള്ള പേർപ്പസ് എന്താണ്? ആ സ്ട്രോങ് വൈ അല്ലെങ്കിൽ ലൈഫിൽ ഞാൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ ലൈഫിൽ പിന്നെ ഏത് ക്രൈസിസ് വന്നാൽ പോലും അതിനെ നേരിടുവാൻ ഉള്ള ഒരു കൃപ എനിക്ക് കിട്ടും. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഒരു ക്രൈസിസ് സിറ്റുവേഷൻസിൽ ഒരു മനുഷ്യൻ ഫേസ് ചെയ്യുമ്പോൾ he has to ask himself, what is my meaning in life? What is the purpose behind it? അപ്പോൾ അത് ഞാൻ ചോദിക്കുമ്പോൾ, I mean, since you said you're 72, I'm sure all these years you have faced crisis. Am I right? Yes. Yes, bringing up children, putting up in school. അപ്പോൾ ഇതിന്റെ പുറകിലെല്ലാം ഒരു വൈ ഉണ്ടായിരുന്നു. Yes. Yes, ആ വൈ കണ്ടുപിടിച്ചുകൊണ്ടാണ് ഇത്രയും നാൾ ജീവിച്ചത്. കാരണം എങ്ങനെയെങ്കിലും നിങ്ങളുടെ മക്കളെ ഒരിടത്ത് സെറ്റിൽ ഡൗൺ ചെയ്യാനും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. അപ്പോൾ അതിനകത്ത് ഒരു സ്ട്രോങ് വൈ യു ഫൗണ്ട് ഇറ്റ്. ആൻഡ് ദാറ്റ് ഇസ് വൈ എത്ര പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ പ്രയാസങ്ങൾ നിങ്ങൾ നേരിട്ടിട്ട് മുന്നോട്ട് വന്നു. റൈറ്റ്? ഇന്ന് പലരുടെയും സംബന്ധിച്ചോളം ക്രൈസിസ് വരുമ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുവാനുള്ള ഒരു എന്തൂസിയാസം, ദാറ്റ് വൈ, ലൈഫിൽ ഞാൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു, എന്താണ് ജീവിതത്തിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കാതെ അതിന് മനസ്സിലാക്കാൻ പറ്റാതെ മുന്നോട്ട് പോകുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ ക്രൈസിസിന്റെയും പുറകിൽ there are opportunities to know God. There are opportunities which makes us become a much better person both in character, as Paul said. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെ നോക്കേണ്ടത്. അപ്പോൾ എസ്പെഷ്യലി ഞാൻ മനസ്സിലാക്കുന്ന ഒരു 70 above ആളുകൾക്കാണ് ഇതിനെ കുറച്ചുകൂടെ ഒന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ബിക്കോസ് യു ഹാവ് ഗോൺ ത്രൂ ക്രൈസിസ് ഇൻ ലൈഫ്. പിള്ളേരോട് ഇത് പറഞ്ഞാൽ they will not understand. കാരണം ഇപ്പോൾ ആസ് യു സെഡ് വെരി കറക്റ്റ്ലി, അവരിപ്പോൾ ചോദിച്ചാൽ ഉടനെ കിട്ടണം. അപ്പോൾ അവർക്ക് അത് വെയിറ്റിംഗ് ഇല്ല. ക്രൈസിസ് അവരെ സംബന്ധിച്ചോളം വെയിറ്റിംഗിലാണ് ക്രൈസിസ്. പക്ഷെ ദി ഓൾഡർ ഫോക്സ് ഐ ബിലീവ് ഹാവ് ഗോൺ ത്രൂ ക്രൈസിസ് ഇൻ ലൈഫ്. ആ ക്രൈസിസിൽ പോയത് കൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു അർത്ഥം വൈ എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു. ആ വൈ കണ്ടുപിടിച്ചത് കൊണ്ടാണ് ഇന്നും നിങ്ങൾ ജീവിക്കുന്നത്. ആ വൈ നഷ്ടപ്പെടുന്നോ ജീവിതം നഷ്ടപ്പെടും. That is my answer to it. Okay, Achan, one more question. Yes. Hi, Achan, this is Asha. I don't have a question, but I really like the problem and how we reflect like a gap. And Right. I agree with you that sometime when in personal or professional life, when we hear something, we reply soon and later we realize I shouldn't have said that. So Right. I think that I like the gap and I pray God that he gives the power to hold on to tongue till we reach to that gap situation. And then we will be understand better and answer in a proper way. Right. And That is what is appreciate written in James 3. James Yes. 3 കുറിച്ചൊന്ന് വായിക്കണം about the tongue. Yes, We respond very fast. taming your tongue, taming your Yes. tongue. Yes. Yes, taming your tongue. അത് ലൈഫിന്റെ, it is not just the tongue part of it. In any life situation, right? Life, we do not know what offers life offering ചെയ്യുന്നത്. നാളെ രാവിലെ നിങ്ങൾക്ക് എന്താണ് ലൈഫ് തരാൻ പോകുന്നത് എനിക്കറിയത്തില്ല. എന്നാൽ ലൈഫ് എനിക്ക് എന്ത് തന്നാലും അതിനോട് എങ്ങനെ പ്രതികരിക്കണം, how will I respond to things that life gives to me is very important. Is very important. Since you said that, I'll use a very beautiful example. A lady was going in the bus, and as she was traveling, right, another lady, right, and this happened, it is supposed to be in United States, right, an Afro-American lady got into this bus. She had huge baggages with her, and she sat next to this lady with all these baggages, causing a lot of discomfort to the lady sitting in the window seat. So she was literally jostling
So people were all watching this Afro-American lady creating problem to that lady sitting in the side. So they all said, why don't you complain? But she said, no, my journey is very short. എൻ്റെ ജേർണി വളരെ കുറച്ച് ദൂരത്തേക്കേ ഉള്ളൂ. ആ കുറച്ച് ദൂരത്തേക്ക് എനിക്ക് ഈ പ്രയാസം is okay. I don't have to complain. See, ഒരു സിറ്റുവേഷൻ അല്പം ഹോസ്റ്റൈൽ ആണെങ്കിൽ പോലും that lady decides how to respond to situation. അതുകൊണ്ട് ലൈഫിൽ പറയുന്ന പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് how you respond to certain situation that comes in life makes the difference how your life is meaningful or not. I agree with you. Okay, one more question. Anita. Yes. Hi, Anita. Hello, Achin. Nice to see you. Hello, so nice to see you, Achin. Wonderful to see you. I have a small question, Achin. So Yes. I'm enjoying what you're saying as always. I'm taking notes. How can I not take notes when you're talking to us? Good, good. So this logotherapy or the steps that you're talking about or the ideology Right. seems to rely on the fact that as an individual, I need to pull my resources from within to find meaning and to find my resilience and my strength. Yes. But that seems to go against my faith perspective or our faith perspective that Right. everything I am and everything I can do is from God alone, that I cannot find my meaning without Him. So how do you reconcile that with people who may not be Christian believers or Christ followers? Right. How can you reconcile it with those people or with members in a community or a family who think that it should come from inside? So it's self-generated. Right. Yeah, Anita, what you said is absolutely right. This is not from a Christian perspective. But why I took this is because there are a lot of similarities which I found was very Christian-like, which I felt was inspiring. Now, your question, right? See, Genesis 1:26-27, God made man in his own image. Male and female created them, right? So my whole understanding is that God has given to me, unlimited potentials to grow. He's given me resources to grow, right? Some people understand that it is God who has given me resources, while some people do not acknowledge it, that it is God-given resources. But as a Christian, I believe, I affirm the fact that I'm not created worthless. I'm created unique. I've been created with possibilities to grow, to change, and for development. And it is these possibilities that I should use along with my relationship with God to find meaning. അതുകൊണ്ടാണ് when I said about the aspect of the third slide about response and action, and also about aspect when I said that you are stronger than you think. See, God always, take about any person who's gone through crisis in life. See, there is something through which God teaches him certain lessons. Take it Daniel, take Joseph, take Moses or Abraham. All of them went through crisis. But nobody, see, Moses makes a lot of excuses. I can't do this. I can't do this. But God says, don't worry, I am with you. But it is that same Moses who he leads the people. So it is not that he depended totally on God, but there was this aspect which God strengthened him day by day. So what I'm trying to say is that when it is not the way he started by saying, oh, I can't speak. I blabber a lot. I stammer a lot. I can't do it. But then God says, don't worry, come. I don't look at your problems. I don't look at your limitations. You can do it. So these are certain things which I felt which we need to understand. That's why I use that word from Philippians, that I'm made more stronger, that I can do all things when Christ strengthens me. So as you rightly said, this therapy is not from a Christian perspective, but I am giving a Christian perspective to it because there are a lot of things which I find it very compatible with my faith beliefs that is mentioned in the Bible. Does it make sense to you, Anita? Yeah, thank you.
Okay, Achan, go ahead. Right, right. Can we move forward then? Yes, Achan. Yes, okay, right. Moving to the next slide, right? So this is what I said, right? We are more stronger and resilient than we think. The next thing what he teaches is that we need to take responsibility in life and towards life. റൈറ്റ് ഇതിനകത്ത് പറയുന്ന ഒരു വലിയൊരു ആശയമാണ് ജീവിതത്തോടുള്ള ഉത്തരവാദിത്വം എടുക്കണം, ജീവിതത്തിൽ ഉത്തരവാദിത്വം എടുക്കണം. There are two things. We need to take responsibility in life and towards life. What was really needed was a fundamental change in our attitude towards life. What is your attitude towards life? Right? Another pratecha, it is in terms of responsibility. Like one of the earlier person who had mentioned was saying, right? Nowadays we have children who are very dependent on parents, right? And we also feel that it's our right to feed them and make them very dependent. You know, there are a lot of parents who still spoon feed kids. Even if they are married, they tend to have this spoon feeding attitude. See, which is very contrary in life. I wonder your attitude towards life in terms of responsibility in life and responsibility towards life. അതെങ്ങനെയാണ് പറയുന്നത്? Life has a task for all of us, and a responsibility is to fulfill the task which is set before us as an individual. പറഞ്ഞാൽ ഈ ലോകത്തിൽ everybody has a task. Every person has a task, has a responsibility, whether you like it or not. I mean, look it at a Christian perspective. എല്ലാ മനുഷ്യരെ കുറിച്ചും ദൈവത്തിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. എൻ്റെ ലൈഫിൽ എനിക്ക് ചില ഉദ്ദേശങ്ങൾ God has given to me, and when I find that task which God has set for me, that is what brings meaning, and I'm able to face challenges in life. For many people, they are not able to find which is the best task for them. അല്ലെങ്കിൽ ഈ ലോകത്തിൽ എൻ്റെ ഉത്തരവാദിത്വം എന്താണ്, ഈ ലോകത്തിൽ എൻ്റെ ചുമതലകൾ എന്താണ്, ഈ ലോകത്തിൽ എൻ്റെ ഉദ്ദേശം എന്താണ്, they are not able to find. അതുകൊണ്ടാണ് വളരെ meaningless ആയിട്ട് ജീവിക്കുന്നത്. But I believe each person has to live according to the purpose that God has set. അതുകൊണ്ടാണ് Luke chapter 2 verses 41 to 52 യേശുവിന്റെ ബാല്യകാല അനുഭവങ്ങൾ. You know that story. Right? Jesus, the young boy, Jesus was not found among his parents, and the parents come back to the temple of Jerusalem, and the parents find Jesus among the teachers of the law. Asamatha amma chodikkunna oru chodyam beautiful aanu. Why did you do this to me? And you know what was the reply that Jesus gave to his mother? Don't you know that I should be in my Father's house? Which means Jesus Christ is telling his mother, Mom, you need to understand, this is my purpose for which God has created for me. This is what I'm supposed to do in life. So I believe each one of us who are listening to me, we need to understand that we have a task, we have a responsibility that God has set for us. And when we find that task or when we find that purpose, I'm sure that gives a meaning in life. And 3, what is it that it says? Being responsible means not blaming circumstances. ജീവിതത്തിൽ ഉത്തരവാദിത്വം എടുക്കുക എന്ന് പറയുമ്പോൾ it is not blaming circumstances. സാഹചര്യങ്ങളെ blame ചെയ്യല്ല. Taking up responsibility means to challenge those circumstances rather than playing the victim card. ഈ ഒരു ആശയം നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. Victim card. Who was a victim? I think I'll have to use a biblical imagery of Luke chapter 10. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലാണ് തോന്നുന്നു മാർത്തയും മറിയയുടെയും സംഭവം. Right? Jesus comes to the home of Martha and Mary, and Martha is very busy in the kitchen, and while Mary sits at the feet of Jesus Christ. കുറെ കഴിയുന്ന സമയത്ത് Martha comes to Jesus Christ and blames Mary for not helping her, because അത് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് മലയാളത്തിൽ പറഞ്ഞാൽ ഈ ചില സ്ത്രീകളുണ്ട് എപ്പോഴും ഈ അവരുടെ ഭാരങ്ങൾ പറയാനേ ഉള്ളൂ. അയ്യോ എൻ്റെ അച്ഛ, എനിക്ക് ഇഷ്ടംപോലെ ജോലിയുണ്ട്, എന്നെ കൊണ്ട് വയ്യ, എൻ്റെ കാര്യങ്ങൾ ഭയങ്കര പ്രയാസമാണ്.
ഇങ്ങനെ ഈ കുറ്റപ്പെടുത്തി ആ ജോലി വിടത്തുമില്ല, ആ ജോലി ചെയ്തുകൊണ്ടിരുന്നിട്ട് ആ ജോലിയുടെ കണക്കും പറയും. റൈറ്റ്? ഇവിടെ പറയുന്നത് ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ ഡോണ്ട് ബ്ലെയിം യുവർ സർക്കംസ്റ്റാൻസസ്. നിങ്ങളുടെ സാഹചര്യങ്ങളെ ബ്ലെയിം ചെയ്യാനല്ല. ഏത് സാഹചര്യം വന്നാലും നിങ്ങൾ അതിനെ നേരിടുക. അല്ല, സാഹചര്യത്തെ നേരിടുമ്പോഴാണ് ഉത്തരവാദിത്തമുള്ളത്. അതുകൊണ്ട് ഇന്ന് പലപ്പോഴും ഞാൻ പറയുന്നത്, it is not only about us, it's also about our children. We are not teaching our children to face challenges in life, to face circumstances in life, to face hostility in life. അവർക്ക് ഈ സർക്കംസ്റ്റാൻസസിനെ ഫേസ് ചെയ്യേണ്ട പകരം അവരുടെ ലൈഫിൽ പറയുന്ന പോലെ ഒരു പ്രയാസങ്ങൾ വരുന്നതിന് പകരം നമ്മൾ അത് നേരിടും. അതല്ല, allow them also to be responsible. So that is what I said. Let us take up the responsibility to challenge those circumstances rather than playing the victim card. മാർത്തെ പോലെ ഒരു വിക്ടിമായിട്ട് എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല. എന്ത് സംഭവിച്ചാലും അതിനെ നേരിടുവാനുള്ള ഒരു തന്റെ ഇടം നമുക്കുണ്ടായിരിക്കണം. 5 ലാസ്റ്റ് പറയുന്നത്, ഇറ്റ്സ് നോട്ട് അബൌട്ട് വാട്ട് ലൈഫ് ക്യാൻ ഡു ഫോർ യു, ഇറ്റ്സ് അബൌട്ട് വാട്ട് യു ക്യാൻ ഡു ഫോർ ലൈഫ്. എനിക്ക് ലൈഫിൽ നിന്ന് എന്ത് കിട്ടും എന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കോവിഡ് ടൈംസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ഹെൽത്ത് പ്രൊഫഷണൽ. അവരെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യം എനിക്ക് എന്ത് ലഭിക്കുമെന്നല്ല. ഒരു ഹെൽത്ത് പ്രൊഫഷണലിനെ ഇന്ന് ഏറ്റവും കൂടുതൽ അഭിമാനത്തോടെ കണക്കാക്കുന്നതിന്റെ ഏറ്റവും വലിയ കാര്യം വാട്ട് ദേ ആർ ഡൂയിങ് ഇസ് വാട്ട് ദേ ക്യാൻ ഗിവ് ടു ലൈഫ്. എല്ലാം ഹോസ്റ്റൈലാണ്. ഹോസ്പിറ്റൽ ഹോസ്റ്റൈൽ സെറ്റിംഗ് ആണ്, ഹെൽത്ത് സെറ്റിംഗ് ഹോസ്റ്റൈലാണ്. എനിക്ക് എപ്പോഴാ ഒരു രോഗം പിടിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അവിടെ എല്ലാം പിന്മാറുകയല്ല, സർക്കംസ്റ്റാൻസസിൽ ബ്ലെയിം ചെയ്യുകയല്ല, എനിക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടുമെന്നല്ല. എല്ലാ ഹെൽത്ത് പ്രൊഫഷണലും ഇന്ന് ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഇന്ന് ഈ പാൻഡമിക്കിന്റെ സമയത്ത് ലൈഫിന് എന്ത് കൊടുക്കാൻ പറ്റും. So I believe that's a very important question that we need to ask ourselves. We need to take responsibility in life and towards life. 5 പറയുന്നത് everybody's why is different. എല്ലാവരുടെയും why, നമ്മളെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദൈവമേ എന്തുകൊണ്ട് എനിക്ക് ഇത് സംഭവിച്ചു, എന്നോട് എന്തിന് ഇത് ചെയ്തു. This is a question that many people ask me too. Why did God allow this to happen in my life? എൻ്റെ ജീവിതത്തിൽ എന്തിന്? അവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, no man or women and their destiny can be compared with any other man or women or their destiny. നമ്മുടെ എല്ലാവരുടെയും ദൈവിക ഉദ്ദേശം വ്യത്യസ്തമാണ്. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നതും നമ്മുടെ ജീവിതത്തിലെ പദ്ധതികളും വ്യത്യാസമാണ്. സോ നെവർ കമ്പയർ. എൻ്റെ ജീവിതാനുഭവം എൻ്റെ അയലോക്കത്തെ ഒരാളിന്റെ ജീവിതാനുഭവം തമ്മിൽ കമ്പയർ ചെയ്യുന്നതിൽ കൊണ്ട് യാതൊരു അർത്ഥമില്ല. സോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് എൻ്റെ ഡെസ്റ്റിനിയും വേറൊരാളുടെ ഡെസ്റ്റിനിയും ഡിഫറെന്റ് ആണ്. പക്ഷെ നമ്മളുടെ എല്ലാവരുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ കാര്യമാണ്. We compare ourselves with somebody else, with what life offers. എനിക്ക് എന്ത് കിട്ടി, എൻ്റെ നെയ്ബേഴ്സിന് എന്ത് കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് നെയ്ബേഴ്സിന് എന്ത് കിട്ടി, എനിക്ക് എന്ത് കിട്ടിയില്ല. See, we tend to compare. എന്നാൽ അവിടെ എല്ലാവരും ഓർക്കേണ്ടത് നമ്മുടെ ഈ why എന്ന കാര്യം is very different. Right? നമ്മുടെ ഓരോരുത്തരുടെയും ഒരു ജീവിത അനുഭവം, ജീവിത സാഹചര്യം ഡിഫറെന്റ് ആണ്, ദൈവികമായ ഉദ്ദേശം ഡിഫറെന്റ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത് even in suffering every person is unique and alone in the universe. കേട്ടോ, ഒരു മനുഷ്യന്റെ വേദന വേറൊരു മനുഷ്യന്റെ വേദന പോലെ അല്ല, വ്യത്യാസമാണ്. റൈറ്റ്? അതുകൊണ്ട് എന്താണ്, his unique opportunity lies in the way he bears his burden. ഒരേ വേദന, ഒരേ ദുഃഖം, ഒരേ രോഗം പലപ്പോഴും പല രീതിയിലാണ് ആളുകൾ നേരിടുന്നത്. എന്നാൽ അതിന്റെ വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഞാൻ അതിനെ എങ്ങനെ നേരിടുന്നു എന്ന് കാണുന്നതാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യത്യസ്തത. സോ വാട്ട് ഇസ് സെയ്ഡ്, ഒരിക്കൽ പോലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് വേറൊരാളുടെ ജീവിതവുമായിട്ട് കമ്പയർ ചെയ്യരുത്. ആ കമ്പയർ ചെയ്യുമ്പോഴാണ് ലൈഫിൽ ഒരു പ്രയാസം ഉണ്ടാക്കുന്നത്. റൈറ്റ്? അടുത്തത് പറയുന്നത് ദ ഡിവൈൻ ഗിഫ്റ്റ് ഓഫ് ലവ്. ജീവിതത്തിൽ എന്തെങ്കിലും നേടാൻ പറ്റുവാണെങ്കിൽ ഇറ്റ് ഈസ് ഓൺലി ദിസ്.
സ്നേഹം അല്ലാതെ വേറെ ഒന്നുമില്ല. ഒരു ലൈഫിൽ എന്തെങ്കിലും കണ്ടെത്തണമെങ്കിൽ love goes very far beyond the physical presence of one's beloved. പലരുടെയും ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് സ്നേഹം എന്ന് പറഞ്ഞാൽ ഞാൻ സ്നേഹിക്കുന്ന ആളിന്റെ സാമീപ്യം, ഞാൻ സ്നേഹിക്കുന്ന ആളിന്റെ സാന്നിധ്യം. I enjoy the presence of my beloved. But here it says love finds its deepest meaning in one's spiritual being, in one's inner self, expressed through an action or a deed. അതുകൊണ്ട് സ്നേഹം എന്താണ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രവർത്തനത്തിൽ കൂടെ, നമ്മുടെ ഇന്നർ സെൽഫ്, ഞാൻ ആരാണ് എന്ന് തന്നെ പ്രതിഫലിക്കുന്നത് ഒരു പ്രയത്നത്തിൽ കൂടെ, ഒരു പ്രവർത്തനത്തിൽ കൂടെ, ഒരു ഡീഡിൽ കൂടെയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സുപ്രീം ആക്ഷൻ ഓഫ് ലവ് ഇസ് സർവീസ്. റൈറ്റ്? 1 കൊരിന്ത്യർ 13-ാം അധ്യായം വായിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് സ്നേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ട് അതിന്റെ എക്സ്പോസിഷൻ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ് ലെസൺ ഫ്രം ദി അഗാപ്പെ ലവ് ഓഫ് ഗോഡ്. അഗാപ്പെ ലവ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ഏറ്റവും വലിയ സ്നേഹമാണ് അഗാപ്പെ, അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ലവ്. തന്റെ സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച ആ ദൈവത്തിന്റെ ആ സ്നേഹത്തെ അഗാപ്പെ. ഇന്ന് ലോകത്തിൽ എന്തെങ്കിലും ഒരു മനുഷ്യന് നേടണമെങ്കിൽ, ജീവിതത്തിൽ പ്രതിസന്ധികളുടെ നടുവിലും, പ്രയാസങ്ങളുടെ നടുവിലും, ക്രൈസിസിന്റെ നടുവിലും, സ്ട്രെസ്സിന്റെ നടുവിലും എന്തെങ്കിലും മുന്നോട്ട് പോകണോ, ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് എൻ്റെ ബീയിങ്, എൻ്റെ ജീവിതം സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരു ജീവിതത്തെ കെട്ടുപണി ചെയ്താൽ മാത്രമേ അതിന് ഒരു അർത്ഥം കണ്ടെത്തൂ. എവിടെ സ്നേഹമില്ല, വേറെ എന്തെല്ലാം നേടിയാൽ പോലും അതിന് അർത്ഥം കണ്ടെത്താൻ സാധിക്കത്തില്ല. That is the sixth one which he wanted to say. The seventh one is what is very important. Like happiness and success cannot be pursued. ജീവിതത്തിൽ ഒരിക്കൽ പോലും സന്തോഷവും അതുപോലെ സക്സസ്, റൈറ്റ്, നേടിയെടുക്കാൻ പറ്റത്തില്ല. റൈറ്റ്? എന്നാൽ അത് അച്ചീവ് ചെയ്യണമെങ്കിൽ അവിടെ ചോദിക്കുകയാണ്, നിങ്ങളുടെ ലൈഫിലെ എയിം എന്താണ്? വാട്ട് ഈസ് യുവർ എയിം ഇൻ ലൈഫ്? ഇന്ന് പലരെ സംബന്ധിച്ചോളം 3 കാര്യങ്ങളാണ്: പ്ലഷർ, പവർ, ഫെയിം. റൈറ്റ്? സന്തോഷിക്കണം, ആഘോഷിക്കണം, അധികാരം കിട്ടണം, അല്ലെങ്കിൽ പ്രശസ്തി നേടണം. എന്നാൽ ഇവിടെ പറയുന്നത് ലൈഫിൽ മീനിങ് കണ്ടെത്തണമെങ്കിൽ പറയുന്നത് ഹാപ്പിനെസ് ആൻഡ് സക്സസ് cannot be pursued but comes when you live for a greater cause and a greater purpose in life. എന്താ അർത്ഥവത്തായ ഒരു കാര്യമാണ്. ജീവിതത്തിൽ എനിക്ക് സന്തോഷവും സക്സസും കിട്ടണമെങ്കിൽ ഞാൻ ജീവിതത്തിൽ ഒരു ഗ്രേറ്റർ പർപ്പസ്, താൽക്കാലികമായ സുഖങ്ങൾക്ക് വേണ്ടി ജീവിക്കല്ല, എന്നാൽ ടു എ ഗ്രേറ്റർ പർപ്പസ് ആൻഡ് എ ഗ്രേറ്റർ കോസ് ഇൻ ലൈഫ്. ആ ഒരു ആശയം മനസ്സിലൊന്ന് എടുക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും സാധാരണമായി ജീവിക്കുന്നേക്കാൾ കൂടുതൽ ഒരു ഉന്നതമായ നിലവാരത്തിലേക്ക് പോകും. അതിൽ ഓൾസോ I will come to the beautiful aspect of Bartimaeus. മർക്കോസിന്റെ സുവിശേഷം കാണാൻ സാധിക്കും. ബർത്തിമായ് എന്ന അന്ധനായ മനുഷ്യൻ, അവന് കാഴ്ച കിട്ടണം. കാഴ്ച കിട്ടുന്ന സമയത്ത് ആളുകളെല്ലാം അവനെ തടസ്സപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അവനറിയാം, എനിക്ക് ഇന്ന് ചില കാര്യങ്ങൾ സാധിച്ചേ തീരൂ. എൻ്റെ ലൈഫിൽ എനിക്കൊരു ഒരു വലിയൊരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസിലേക്ക് പോകുന്നു. സെയിം തിങ് ഐ വിൽ യൂസ് ഓൾസോ with regards to Zacchaeus. കർത്താവ് സാക്കിയസിന്റെ വീട്ടിൽ വരുന്ന സമയത്ത് he tells, I'm going to give all my money to the poor, and if I've cheated somebody I will give 4 times. അവിടെ എല്ലാം കാണുന്നത് താൽക്കാലികമായ ജീവിതത്തിന്റെ ഒരു സുഖത്തെക്കാൾ കൂടുതൽ ടു എ ഗ്രേറ്റർ കോസിലേക്ക് ഒരു മനുഷ്യൻ ഉയരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഗ്രേറ്റർ പർപ്പസ് ഉണ്ടോ, ഒരു ഗ്രേറ്റർ കോസ് ഉണ്ടോ എന്ന് ചിന്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ സന്തോഷവും വിജയവും ലൈഫിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. സോ ദ തിങ്, ആസ്ക് യുവർ സെൽഫ്, വാട്ട് ഈസ് യുവർ എയിം ഇൻ ലൈഫ്? ആൻഡ് വെൻ യു ഫൈൻഡ് ദാറ്റ് എയിം ഇൻ ലൈഫ്, you will realize you should be working for a higher cause and for a greater purpose in life, and then life becomes meaning even when there is crisis. And the last slide, and I stop it, is this: cherish your memories and lessons learned.
cherish your memories and lesson learned. അത് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളെ സംബന്ധിച്ചോളം ഇത് വളരെ യാഥാർത്ഥ്യമാണ്. എന്താണ് മെമ്മറീസ്? മെമ്മറീസ് ഓഫ് ഹൗ യു ഫേസ് ലൈഫ് ആൻഡ് ഇറ്റ്സ് ചാലഞ്ചസ്. ജീവിതത്തെ നിങ്ങൾ എങ്ങനെ നേരിട്ടു, ആ നേരിട്ടതിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു ഓർമ്മകളെ കുറിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദോസ് മെമ്മറി. 2, ലിവിങ് വിത്ത് ഫെയ്ത്ത് ആൻഡ് ബോൾഡ്നെസ് ആൻഡ് ലെസൺ ലേൺ. വിശ്വാസത്തോടെ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം എങ്ങനെ നടത്തി എന്നതിനെ കുറിച്ച് ഓർമ്മകൾ വരുമ്പോൾ കൂടുതൽ ശക്തരായി മുന്നോട്ട് പോകുവാൻ നമ്മൾ നടക്കും. അവിടെ നമ്മൾ എപ്പോഴും നമ്മുടെ കൂട്ടായ്മയിൽ പാടുന്ന ഒരു പാട്ടാണ്, ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എന്ത് ബ്യൂട്ടിഫുൾ ഒരു സോങ് ആണ്. അവിടെ എല്ലാം പറയുന്നത് ഇതാണ്, നിങ്ങളുടെ പഴയകാല ജീവിതത്തിലേക്ക് പോയി and see how God led you. See how God led you. അപ്പോൾ ദൈവം നിങ്ങളെ നടത്തിയ വഴികളെ കുറിച്ച് നിങ്ങൾ ഓർമ്മകൾ വെക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വിശ്വാസം നിങ്ങളുടെ അടുത്ത ജനറേഷൻസിനോട് അതൊന്ന് പറയുക. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇതൊരു വലിയ വിശ്വാസ രൂപീകരണമാണ്. അപ്പോൾ അതുകൊണ്ട് ഓർമ്മകൾ ഇവിടെ പറയുന്നത് ഇതാണ്, നിങ്ങളെ നടത്തിയ വഴികളെ കുറിച്ച് നിങ്ങൾ ഓർക്കുക. അപ്പോൾ നടത്തിയ വഴികളെ കുറിച്ച് ഓർത്ത് വിശ്വാസത്തിൽ കൂടെ മുന്നോട്ട് പോകണം. അതാണ് മൂന്നാമത് പറയുന്നത്. മൂവ് ഓൺ വിത്ത് ലൈഫ് വിത്ത് ദോസ് ലെസൺസ് ആൻഡ് വണ്ടർഫുൾ മെമ്മറീസ് ദാറ്റ് യു ചെറിഷ്. ഇപ്പോൾ ജീവിതത്തിൽ ഇപ്പോൾ കോവിഡ് വന്നപ്പോഴത്തേക്ക് പലർക്കും അറിയത്തില്ല ഇനി നാളെ എന്ത് സംഭവിക്കും. ശരിയാ, എല്ലാവരും അൺസർട്ടനിറ്റിയിലാണ് നിൽക്കുന്നത്. ജോലിയുടെ കാര്യത്തിൽ, ഈ കുടുംബത്തിന്റെ കാര്യങ്ങളിൽ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, മക്കളുടെ പഠനം, അവരുടെ ജോലിയുടെ കാര്യങ്ങൾ. പക്ഷെ അവിടെ എല്ലാം നമുക്ക് ഒരു വലിയ ഉറപ്പ് ദൈവം തരുന്നത് ഈ ഒരു മെമ്മറീസ് ആണ്, ഓർമ്മകൾ. കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ദൈവം എന്നെ ഇന്നും നടത്തും, എന്നെ നാളെയും നടത്തും. അപ്പോൾ ആ വലിയൊരു വിശ്വാസത്തോട് കൂടെ മാത്രമേ നമുക്ക് ലൈഫിനെ ഫേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഒരിക്കൽ പോലും പറയാൻ പറ്റത്തില്ല എൻ്റെ ലൈഫിൽ ക്രൈസിസ് ഉണ്ടാകരുത്, എൻ്റെ ലൈഫിൽ പ്രയാസങ്ങൾ ഉണ്ടാകരുത്, സംഘർഷങ്ങൾ ഉണ്ടാകില്ല എന്ന് നമ്മൾ പറയാതിനേക്കാൾ കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓർമ്മകൾ നിലനിർത്തുക. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നടത്തിയ വഴികളെ ഓർക്കുക. ആ ഓർമ്മകൾ ഇന്ന് ആ ഓരോ ദിവസം നടത്തുന്നതിനെ കുറിച്ച് ഇന്ന് വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നു. നാളെ തീർച്ചയായിട്ടും ഈ ദൈവം എന്നെ നടത്തിയത് കൊണ്ട് എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും, എന്തെല്ലാം സ്ട്രെസ് വന്നാലും, എന്തെല്ലാം പ്രയാസങ്ങൾ വന്നാൽ പോലും ആ ദൈവം എന്നെ നടത്തും എന്ന ഒരു വിശ്വാസം നമുക്കുണ്ടാകാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു ലൈഫിന്റെ ഏതൊരു ക്രൈസിസിലും, ഏതൊരു സ്ട്രെസ് സിറ്റുവേഷൻസും നമുക്ക് മുന്നോട്ട് പോകുവാൻ ദൈവം ഇടയാകും. ഇത് ഒരു സെക്യുലർ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും നമ്മുടെ ഒരു ക്രിസ്തീയ വിശ്വാസത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അത് ചെയ്യുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥത പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. താങ്ക് യു. Thank you very much, Joachan, for the meaningful class. I know so many people have so many things to ask, but because of the lack of time, because our Jonathan's funeral service is going to happen at 11 o'clock here. So I think we need to conclude this very soon. So may I request Shiji Benny to pray. Can you hear Acha? Yes. Okay. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസം എന്തെന്ന് ഞങ്ങൾക്കറിയില്ല. എന്നാൽ ബഹുമാനപ്പെട്ട ജോസഫ് കുര്യൻ അച്ഛനിൽ കൂടി കേട്ടതുപോലെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു എന്ന് വിശ്വസിച്ച് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും പ്രതികരിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ദൈവത്തിന്റെ വചനം ഓർമ്മപ്പെടുത്തുന്നു, പകൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്നും രാത്രിയിൽ സഞ്ചരിക്കുന്ന മഹാമാരിയിൽ നിന്നും ഉച്ചയിൽ നശിപ്പിക്കുന്ന സംഹാരത്തിൽ നിന്നും ഇസ്രായേലിന്റെ പരിപാലകൻ നമ്മെ കാത്തു പരിപാലിക്കുന്നു. ആ തിരുവചനത്തിന്റെ പ്രത്യാശ നിറഞ്ഞ അനുഗ്രഹീതമായ മാറ്റൊലി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പ്രത്യാശയെ
നമ്മുടെ പ്രതീക്ഷകളെ, ജീവിതഭാര ചുമടുകളെ സകലത്തെയും ദൈവകരങ്ങളിൽ ഭരമേൽപ്പിക്കാം. നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എന്റെ കർത്താവേ, ഈ പ്രഭാതത്തെ അനുഗ്രഹകരമായും ആശ്വാസകരമായുള്ള പ്രഭാതമായും സന്തോഷമുള്ള പകലായും അവിടുന്ന് ആക്കി തീർക്കണമേ. ഇന്ന് ഈ സമയത്ത് സേവികാസംഘമായി ഞങ്ങളെ ഒരുക്കിയതിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു. ഇന്ന് ഈ ഓൺലൈൻ മീറ്റിംഗിൽ കടന്നു വന്ന എല്ലാവരെയും കുടുംബമായ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ മഹാമാരിയിൽ പ്രയാസപ്പെടുന്ന ലോകം മുഴുവനെയും ഈ സമയത്ത് ഓർക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ വസിക്കുന്ന ഈ രാജ്യത്തെയും ഞങ്ങളുടെ മാതൃരാജ്യത്തെയും ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സകലരെയും ഈ സമയത്ത് ഓർക്കുന്നു. നിന്റെ മഹാകരുണയാൽ അവരെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ അച്ഛന്മാരെ രണ്ടുപേരെയും അവരുടെ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ അതിഥിയായി ഞങ്ങളോടൊപ്പമുള്ള ബഹുമാനപ്പെട്ട ജോ ജോസഫ് അച്ഛനെയും കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അച്ഛന്മാരിൽ കൂടി ലഭിക്കുന്ന ആത്മീയ പരിപാലനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൽ സംഘർഷത്തിന്റെ അനുഭവത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നതിനേക്കാൾ എന്താണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശമെന്ന് മനസ്സിലാക്കി ഏതൊരു പ്രതിസന്ധിയിലും ദൈവിക ഉദ്ദേശവും ദൈവിക സാധ്യതകളോ ഉണ്ടെന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ജീവിതത്തിന്റെ അർത്ഥം എങ്ങനെ കണ്ടെത്താമെന്നും അതിൽ ദൈവിക സാധ്യതകളെ വെളിവാക്കുന്നതുമാണെന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. കാതിലൂടെയല്ല ഹൃദയങ്ങളിലൂടെ ശ്രവിച്ച് ജീവിപ്പാൻ, അതിനുള്ള അർത്ഥം കണ്ടെത്തുവാൻ ഞങ്ങളെ നീ ഇടയാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ വിലാപങ്ങളെ നീ വിരുന്നാക്കി മാറ്റണമേ. നിന്റെ ദയയാൽ ഞങ്ങളുടെ നാവുകളെ നീ പ്രകാശിപ്പിക്കണമേ. ഈ മഹാമാരിയുടെ മധ്യത്തിൽ ജീവിതത്തിൽ ഉത്തരവാദിത്തമുള്ളവരാകുവാനും ജീവിതത്തോട് ഉത്തരവാദിത്തമുള്ളവരായി ജീവിക്കുവാനും ഞങ്ങളുടെ സ്നേഹിതന്മാരെ ആശ്വസിപ്പിക്കാനും ഞങ്ങളുടെ ചാർച്ചക്കാരെ കരുതുവാനും ദൈവിക സ്നേഹത്തിൽ വളരുവാനും കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ദൈവം ഇനിയും നടത്തുമെന്നുള്ള വിശ്വാസത്തിൽ ജീവിക്കുവാനും ഞങ്ങൾ പ്രവർത്തിക്കുന്ന സകലത്തിലും നിന്റെ തിരുനാമം മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ നീ ഇടയാക്കണമേ. സകലവും തന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് കരുണയോട് തിരുമരണമാറാകണമേ. ആമേൻ. ഒരു വാക്കിൽ സജി അച്ഛൻ ഇപ്പോൾ വോട്ട് ഓഫ് താങ്ക്സ്. വളരെ സന്തോഷം. ഔപചാരികമൊന്നും ഇല്ലാതെ പറയുകയാണ്. ക്ലാസ്സിൽ വീണ്ടും ഇരിക്കാനായിട്ട് സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. സുന്ദരമായ വാക്കുകൾ അത് 14 വർഷത്തിന് ശേഷം കേൾക്കാനായിട്ട് കഴിഞ്ഞതിലേറെ ദൈവത്തിന് നന്ദി പറയുന്നു. കുടുംബമായിട്ടൊക്കെ ദൈവം കൂടുതൽ ബലപ്പെടുത്തട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കൊച്ചമ്മയും കുഞ്ഞുങ്ങളെയൊക്കെ ഞങ്ങളുടെ സന്തോഷം അറിയിക്കണം. എല്ലാം ദൈവം തുടർന്ന ആളുകളിലെ ഈ പ്രതിസന്ധി അച്ഛൻ ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കട്ടെ എന്ന് ഞാനോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അന്വേഷനെ ഇതിനുള്ള ക്രമീകരണമൊക്കെ ചെയ്തതിൽ അന്വേഷനോട് പ്രത്യേകിച്ച് നന്ദി പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ എല്ലാവരുടെയും പേരിൽ പങ്കെടുത്ത എല്ലാവരോടുള്ള നന്ദി. ഒത്തിരി പേര് പങ്കെടുത്തു. നിങ്ങൾ സമയം മാറ്റിവെച്ചതിൽ പങ്കുചേർന്നതിനുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ ജോച്ചനോടുള്ള നന്ദി കടപ്പാടും കൂടെ അറിയിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. നമുക്ക് പ്രാർത്ഥിക്കാം. തോമസ് മാത്യച്ചൻ ഉണ്ടോ? അച്ഛൻ പോയതാണ്. ലോർഡ്സ് പ്രേയർ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതിനുശേഷം ജോ ജോസഫ് അച്ഛൻ ആശീർവാദം പറയും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം സ്ഥാപിക്കണമേ, നിന്റെ രാജ്യം വരണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ശക്തിയും മഹത്വവും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായമായ ത്രിയേക ദൈവത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും ആശീർവാദവും നമ്മളോട് നമ്മോർ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും നാം കേട്ട ദൈവവചനത്തോടും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. താങ്ക് യു വെരി മച്ച് ജോ ജോസഫ് അച്ഛൻ. താങ്ക് യു. 11 o'clock ആയി ഇവിടെ. പെർഫെക്റ്റ് ടൈമിംഗ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഒത്തിരി പേർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കണമെന്നുണ്ടായിരുന്നു. മെസ്സേജസ് ഒക്കെ വന്നിരുന്നു. നമ്മളതങ്ങ് കട്ട് ഔട്ട് ചെയ്യായിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവരോടുള്ള പ്രത്യേക സന്തോഷം അറിയിക്കുന്നു. ബൈ.